നമസ്കാരം. ഹിസ്ബുള്ള തീവ്രവാദികൾക്കെതിരെ തുറന്ന യുദ്ധത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നതിനിടെ ഇസ്രായേലിനും സൈപ്രസിനും മുന്നറിയിപ്പുമായി ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാവ്. തങ്ങളെ ആക്രമിച്ചാൽ ഇസ്രായേൽ മാത്രമല്ല സൈപ്രസിനെയും തങ്ങൾ ആക്രമിക്കും എന്നാണ് അവരുടെ പുതിയ ഭീഷണി. സൈപ്രസ് ഇസ്രായേലിന് അവരുടെ യുദ്ധവിമാനങ്ങൾ ഇറങ്ങാനും ഇന്ധനം നിറയ്ക്കാനും ഉൾപ്പെടെയുള്ള എല്ലാവിധ സഹായങ്ങളും നൽകുന്നുണ്ടെന്നും ഇതിന് സൈപ്രസിന് തങ്ങൾ കനത്ത തിരിച്ചടി നൽകും എന്നുമാണ് ഇപ്പോൾ ഹിസ്ബുള്ള തീവ്രവാദികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള കഴിഞ്ഞ ദിവസം പരസ്യമായിട്ടാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൊല്ലപ്പെട്ടിരുന്നു. ആ നേതാവിൻ്റെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിലാണ് നസറുള്ള ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇസ്രായേലിലെ പ്രധാനപ്പെട്ട ഓരോ സ്ഥലങ്ങൾ ഏതാണെന്ന് തങ്ങൾക്കറിയാമെന്നും അത് സംബന്ധിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും തങ്ങളുടെ കൈവശമുണ്ടെന്നും തങ്ങളെ ആക്രമിച്ചാൽ അതേസമയം ഇസ്രായേലിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളെല്ലാം തന്നെ തങ്ങളും ആക്രമണം നടത്തും എന്നുമാണ് ഇപ്പോൾ നസറുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തങ്ങളുടെ യുദ്ധം ഇസ്രായേലിനെതിരെയല്ല ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് എന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള നൽകുന്ന വിശദീകരണവും. ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്ന് നിരവധി പേരെ വധിക്കുകയും പലരെയും തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തതിന് തൊട്ട് പിന്നാലെയാണ് ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുള്ളയും ഇസ്രായേലിനെതിരെ ആക്രമണം ആരംഭിച്ചിരിക്കുന്നത്. പലവട്ടം ഇസ്രായേൽ സൈന്യം സിറിയയിലും ലെബനനിലും ഒക്കെ തന്നെ കടന്നു ചെന്ന് ഹിസ്ബുള്ളയുടെ നേതാക്കളെയും അവരുടെ അണികളെയൊക്കെ തന്നെ വധിച്ചിട്ടുണ്ട്. എങ്കിലും ഇവർ ദിവസം തോറും ഒരു ദിവസം പോലും ഒഴിയാതെ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്ന പശ്ചാത്തലത്തിലാണ് ശക്തമായ തിരിച്ചടി നൽകാൻ, അതായത് ഒരു തുറന്ന യുദ്ധത്തിന് തന്നെ തയ്യാറാകാൻ ഇസ്രായേൽ തയ്യാറായത്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ അവരുടെ പ്രധാനപ്പെട്ട സൈനിക ജനറൽമാർ യോഗം ചേർന്ന് ഹിസ്ബുള്ളയ്ക്കെതിരെ നടത്തേണ്ട യുദ്ധത്തെക്കുറിച്ച്, അതായത് ലെബനനിലേക്ക് കടന്നു ചെന്ന് നടത്തേണ്ട യുദ്ധത്തെക്കുറിച്ചുള്ള അതിൻ്റെ രൂപരേഖയ്ക്ക് അന്തിമ അംഗീകാരം നൽകിയിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹിസ്ബുള്ള തീവ്രവാദികളും തിരികെ തങ്ങൾ യുദ്ധം ചെയ്യും എന്നുള്ള മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ പലപ്പോഴും ഹമാസ് നേതാക്കൾ പരസ്യ പ്രസ്താവന നടത്താറുണ്ടായിരുന്നു എങ്കിലും ഹിസ്ബുള്ളയുടെ നേതാക്കൾ അത്തരത്തിൽ പ്രസ്താവനകൾ നടത്തുന്ന പതിവ് ഇല്ലായിരുന്നു. എന്നാൽ ഇക്കുറി ഇസ്രായേൽ തങ്ങൾക്കും ഹമാസിനുമെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ലെബനനിലേക്ക് കടന്നു കയറി അല്ലെങ്കിൽ സിറിയയിലേക്ക് കടന്നു കയറി തങ്ങളെ ആക്രമിക്കും എന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹിസ്ബുള്ള നേതാവ് നസറുള്ള ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ തന്നെ ഇസ്രായേൽ തള്ളിക്കളയുകയാണ്. ഇസ്രായേലിനെ പോലെയുള്ള അതിശക്തമായ രാജ്യത്തെ സംബന്ധിച്ച് ഈ ഹിസ്ബുള്ള തീവ്രവാദികളെ അമർച്ച ചെയ്യുക എന്നുള്ളതും ഒന്നും അവർക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല എന്ന് ഇതിനോടകം തന്നെ ഇസ്രായേൽ പലവട്ടം വ്യക്തമാക്കിയതാണ്. മാത്രമല്ല ഹമാസിനെ തങ്ങൾ തീർത്തും ഇല്ലാതാക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നസറുള്ള ഇപ്പോൾ ഇസ്രായേലിനും സൈപ്രസിനുമെതിരെ യുദ്ധഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സൈപ്രസിൽ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അവിടെ വ്യോമസേന താവളങ്ങളുണ്ട് സ്വന്തമായിട്ട്. അവരുടെ വിമാനങ്ങൾക്ക് അവിടെ പാർക്ക് ചെയ്യാനും പിന്നീട് ഇന്ധനം നിറയ്ക്കാനും ഒക്കെ തന്നെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളും അവരുടെ അടുപ്പമുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇവിടുത്തെ വിമാനത്താവളങ്ങളും മറ്റും അവരുടെ വിമാനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് സൈപ്രസിനെയും തങ്ങൾ ആക്രമിക്കും എന്നുള്ള ഒരു ഭീഷണി ഇപ്പോൾ നസറുള്ള മുഴക്കിയിരിക്കുന്നത്.